എല്ലാവർക്കും രാധുസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റ്. അതിനേക്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 4 സവോള, 2 തക്കാളി, കുറച്ച് പച്ചമുളക്, 2-3 പച്ചമുളക് മതി. ഇവിടെ ചെറിയ പച്ചമുളക് വേണ്ട 5-6 2 ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നന്നായിട്ട് കഴുകി അരിഞ്ഞു കൊണ്ടുവരാം. ഇതിലേക്ക് വേണ്ടുന്ന മസാല ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 15 മിനിറ്റ്, മാക്സിമം ഒരു 15 മിനിറ്റ്. 15 മിനിറ്റ് ആകുമ്പോൾ മുട്ട നല്ല പാകത്തിന് വെന്ത് വരും. ഞാനൊരു തണുത്ത വെള്ളത്തിലേക്ക്, ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ തോടിലെങ്ങും പിടിക്കില്ല. തോടിലെങ്ങും പിടിക്കാതെ നന്നായിട്ട് മുട്ട ഇളകി വരും. ഇനി ഒരു പാൻ വയ്ക്കാം. ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഈ മുട്ട റോസ്റ്റ് ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അധികം വേണം, കുറച്ചധികം വെളിച്ചെണ്ണ വേണം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ കടുക്, കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുക ഇഞ്ചി ചതച്ചെടുത്തതാണ്. ചതച്ച ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരണം. മൊരിഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവോള, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കണം. ഏറ്റവും കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം നോക്കൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് യെല്ലോ കളർ ആവുന്നത് വരെ ഇത് വഴറ്റണം. മുട്ട റോസ്റ്റിനാകുമ്പോൾ ആ ഒരു കളറ് വരണം. ഇപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് കുക്കാകണം, നന്നായിട്ട് വഴണ്ട് വരണം. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് യോജിക്കണം. ഒന്ന് ഉടയ്ക്കാം. തക്കാളി നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളി. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. പൊടികളിടുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് കുറേ അധിക സമയം മിക്സ് ചെയ്യണം. ഈ പച്ച മണം ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ, എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ ഇതിനകത്ത് ഒരു സ്പൂൺ ചൂടുവെള്ളം, വെറും ഒരു സ്പൂൺ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് പൊടികൾ യോജിക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പം നോക്കൂ, എല്ലാ ഭാഗവും നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് കുഴഞ്ഞു. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ കുക്കായതിലേക്ക് ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം, അധികം തിളപ്പിച്ചിട്ടില്ല, ചെറിയ ചൂടുവെള്ളം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിക്കാം. ചെറിയ ചൂടുവെള്ളമാണ് എടുക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് മുട്ടയിട്ട് ഈ മുട്ടയിലേക്ക് മസാല എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് കറിയാണ് വേണമെങ്കിൽ നമുക്ക് ഒരു തിള വരുമ്പോഴത്തേക്ക് ഇത് എടുക്കാം. മസാലകളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഒരു തിള വരുമ്പോൾ കറിയാണെങ്കിൽ എടുക്കുക. ഇത് റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ചധികം നേരം വേവിക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഈ മുട്ടയിലൊക്കെ മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാക്കി ഇതൊന്ന് ആക്കിയെടുക്കുക. അടച്ചു വെച്ചിരുന്ന് തിളപ്പിക്കാം. ഇപ്പം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കറിയാണെങ്കിൽ ഈ ഒരു പാകത്തിന് നമുക്കെടുക്കാം. റോസ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്തിടണം. ആദ്യമേ ഇട്ടാൽ അത് കരിഞ്ഞ് അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒന്നും കിട്ടില്ല. കറിവേപ്പില ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോഴാ മണമൊക്കെ അതിൽ തന്നെ നിൽക്കും. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം കുറച്ചിടണം. ഇപ്പം നോക്ക്, ഈ മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എല്ലാം ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.